38 വാളാണ് ആ അംഗത്തിന് വീരത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ന് പൊട്ടിയത്. ഒറിജിനൽ അല്ലാത്തതുകൊണ്ട് വീരത്തിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങൾ അംഗത്തിൻ്റെ ഇടയിൽ 4ാമത്തെ ദിവസം ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് TT എടുപ്പിച്ചിട്ടുണ്ട്. ടോവി ഞാൻ കാണുമ്പോൾ വെച്ചാൽ ഒന്നും ഇല്ലാത്തെടുക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു പൊസിഷനിലെത്തിയിട്ടില്ല. ഉണ്ണി അതുപോലെ തന്നെ ഉണ്ണി വർക്കൗട്ടും ആ ശരീരമൊക്കെ ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് നോക്കുന്നത്. സ്കൂൾ യൂത്ത് ഫെസ്റ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദുര്യോധനായിട്ട്, അതായത് കത്തിവേഷം ചെയ്തത്. ഞാനത് ആരോടും പറയാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി അടിച്ചേ പോരാ കുറച്ച് അടിച്ചേ ഞാൻ പറഞ്ഞു ഞാൻ അറിയുന്നില്ല. അവന് അവസാനം മനസ്സിലായി നല്ല കൊടുത്തില്ലെങ്കിൽ കാര്യം നടക്കില്ല. അവസാനം വരെ ലോയ് സാറിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ടായിരുന്നു. അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ലൊക്കേഷനിലൊക്കെ വരും. എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഇത് നടക്കുവാണെങ്കിൽ അവിടെ വരും, എല്ലാവരും കാണും. ഇതുവരെ അങ്ങനെ നമ്മൾ എന്താ പറയുക പട്ടിണി അടക്കേണ്ടി വന്നിട്ടില്ല. അല്ല ഇവരുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട്. വെൽക്കം ശിവജിത്ത്, സ്വാഗതം. താങ്ക് യു. 2016 മുതൽ 2025 വരെ 9 വർഷം എനിക്ക് വിക്കിപീഡിയ തന്നിട്ടുള്ള അറിവുകളാണ്. അതിൽ 9ഓളം സിനിമകളാണ് അതിൽ മാർക്ക് ചെയ്തിരുന്നത്. 7 മലയാളം, ഒരു തെലുങ്ക്, ഒരു കന്നഡ, കറക്റ്റ് ആണോ? ഒരു തമിഴ് അല്ലേ? അപ്പൊ ഈ 9 വർഷം കൊണ്ട് 9 സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സിനിമ നോക്കുമ്പോൾ അത് കുറവാണ്. ആക്ച്വലി കുറവാണ്. അത് അത്രയും സെലക്ട് ചെയ്ത് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് വളരെ നമ്പേഴ്സ് കുറയുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാണ്? വീരം ചെയ്തു, ഫസ്റ്റ് വീരം ചെയ്തു. അപ്പം കുറേ കാലത്തെ സിനിമയോടുള്ള ഒരു ഇതിൽ യാത്രയിൽ അവസാനം ജയരാജ് സാറിൻ്റെ അടുത്താണ് എത്തിപ്പെട്ടത്. അപ്പോൾ വീരത്തിന് ശേഷം അടുത്തത് രണം ആണ് ചെയ്തത്. അത് US ഞാൻ അവിടെ എനിക്ക് വിസ ഉള്ളതുകൊണ്ട് അങ്ങനെ US വിസ ഉള്ളതുകൊണ്ട് അവിടെയായിരുന്നു കൂടുതലും നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നത്. പിന്നെ അതിൻ്റെ റൈറ്ററും ഡയറക്ടറും ഒക്കെ അറിയാം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ എനിക്ക് ബ്രേക്ക് ആയത് ശരിക്കും കൽക്കിയാണ്. കൽക്കിക്ക് ശേഷമാണ് കഥ കേൾക്കാനും അതുപോലെ തന്നെ അതായത് എനിക്ക് സത്യമായിട്ട് ചൂസ് ചെയ്യാമെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ കൽക്കി കഴിഞ്ഞതിന് ശേഷം കൂടുതലും വരും അതുപോലെയുള്ള ഒരു കഥാപാത്രങ്ങളായിരിക്കും, വില്ലൻ ഷെയ്ഡുള്ളത് തന്നെ. പക്ഷേ ഞാനെപ്പോഴും നോക്കുന്നത് ഇത് ചെയ്യുവാണെങ്കിൽ, ഇപ്പം വില്ലൻ കഥാപാത്രം ഇനി ചെയ്യുവാണെങ്കിൽ ഞാൻ നോക്കുന്നത് വെച്ചാൽ ഒന്നുകിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഇതിനെക്കാട്ടി കുറച്ചും കൂടി മുകളിലോട്ട് കുറച്ചും കൂടി കൂടുതൽ ചെയ്യാനുള്ള, അല്ലെങ്കിൽ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ അതുമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലുള്ള കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ ചെയ്യാനാണ് ആഗ്രഹം. പിന്നെ എനിക്ക് കുറേ സിനിമകൾ ചെയ്യുക എന്നുള്ളതിനുപരി ചെയ്യുന്നതിൽ എന്തെങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു സിഗ്നേച്ചർ വെക്കുക എന്നുള്ളത് മനസ്സിലെപ്പോഴും ഉണ്ട്. ഇല്ല, അങ്ങനെ ഇല്ല. പിന്നെ ഒരു കഥാപാത്രം കിട്ടിയാൽ കൂടുതൽ ആ കഥാപാത്രത്തിലേക്ക് ഇൻവോൾവ് ആയിട്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും അതിനുള്ളൊരു മാറ്റങ്ങൾ വരുത്തി, അല്ലെങ്കിൽ അതിനെത്രത്തോളം മാക്സിമം ചെറിയതാണെങ്കിൽ പോലും എത്രത്തോളം അതിന് മാക്സിമം കഥാപാത്രത്തിന് കൊടുത്തതിന് ശേഷമാണ് അടുത്ത ഒരു കഥാപാത്രത്തിലോട്ട് പോകുമ്പോൾ ആ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അറ്റ് എ ടൈം ഒരു 2-3 പടമൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാറില്ല, അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ആ ഒരു കഴിവ് എനിക്കില്ല. പക്ഷേ ചെയ്യുന്ന സംഭവം മാക്സിമം കൊടുത്തിട്ട് അതിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത് ആ മാക്സിമം കൊടുത്തതിന് ശേഷം അടുത്ത കഥാപാത്രം ഒന്നും കൂടി ചലഞ്ചിങ് ആണെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കൽക്കിക്ക് ശേഷം ഞാൻ പിന്നെ ചെയ്തത് ഫസ്റ്റ് കുറുപ്പാണ്. കുറുപ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിന് മുന്നേ ആ ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു ശ്രീനാഥിന് എടുക്കുന്നത്. പക്ഷേ ശ്രീനാഥ് കൽക്കി കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞത് ബ്രോ നീ കുറുപ്പ് ഇനി ചെയ്യണ്ട, കാരണം ഇപ്പോൾ ചെയ്ത് വെച്ചതിനെക്കാട്ടി അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കഥാപാത്രമല്ല. ആസ് എ ഡയറക്ടർ എനിക്ക് ഒരു ആക്ടറിൻ്റെ അടുക്കുന്ന ഒന്നുകിൽ അയാൾ നിൽക്കുന്ന ആ ലെവലിലെങ്കിലും അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് കൊടുക്കാൻ ആഗ്രഹപ്പെടുന്ന ഒരു ഡയറക്ടറാണ് ശ്രീനാഥ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യണം, എല്ലാ രീതിയിലുള്ള കഥാപാത്രങ്ങളും ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെടുക അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം കാണുക എന്നതിനുപരി പല രീതിയിലുള്ള, അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് അത് ചെയ്യണം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ കോവിഡിനൊക്കെ ശേഷം 2 വർഷം സിനിമയൊന്നും ഇല്ലാതെ പിന്നെ ആദ്യമായിട്ട് കേരളത്തിലെ തിയേറ്ററിൽ വരുന്ന ഒരു പടം കുറുപ്പായിരുന്നു. അതിൻ്റെ ഒരു വലിയ ഭാഗമാകാൻ കഴിഞ്ഞത് അത് വലിയ ഭാഗ്യമായി ഞാനത് ചെയ്തത്. ഇപ്പോൾ വരുന്ന കഥാപാത്രങ്ങളെല്ലാം ചെയ്യുന്നില്ല, അതിനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം നമുക്ക് എപ്പോഴും സർവൈവ് ചെയ്ത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് വേണം. ഇപ്പോൾ മറ്റു ജോലികളിലേക്കൊന്നും ശിവജിത്ത് ഇപ്പോൾ ഫുൾ ടൈം നമ്മൾ സിനിമ തന്നെയാണ്. അപ്പം സിനിമ നമുക്ക് നമ്പർ ഓഫ് മൂവീസ് കൂടുന്നതിനനുസരിച്ചാണ് നമ്മളെ വരുമാന മാർഗം കൂടുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കഥാപാത്രം അത്രയും ഒരു ഭയങ്കര ഹിറ്റിലേക്ക് മാറുന്നു. അടുത്ത ഒരു വർഷത്തിൽ ഒരു സിനിമ ചെയ്താൽ മതി, അതിനപ്പുറത്തെ റെമ്യൂണറേഷൻ നമ്മൾ മേടിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരുന്നു. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇതും കൂടി ഇപ്പോൾ എത്രത്തോളം നമുക്ക് ഫാമിലി ബാക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളായിട്ട് ഉണ്ടാക്കുക എന്നുള്ള സംഭവം. ഈ ഒരു സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്?
കാരണം സിനിമ ഉള്ളതിനനുസരിച്ചാണ് നമുക്ക് വരുമാനം വരത്തുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് സിനിമ കുറയ്ക്കുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ലിമിറ്റ് വരില്ലേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു പടം അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 പടമൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതലും നോ എന്ന് അല്ല പറയുന്നത്. ശരിക്കും എനിക്ക് ചെയ്യാൻ പറ്റുന്നതും എനിക്കത് കൂടുതലും എൻ്റേതായ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഞാൻ അത്രയും സിനിമയിൽ ബോധഡായിട്ട് ഇപ്പം അടുത്തേ ഉള്ളൂ. പിന്നെ എനിക്ക് കൂടുതൽ അവസരങ്ങളായിരുന്നു ഞാൻ അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം. പിന്നെ എന്ന് പറഞ്ഞാൽ നല്ല കുറേ സുഹൃത്തുക്കളുണ്ട്, ഫാമിലി, പിന്നെ എൻ്റെ സിസ്റ്ററുണ്ട്, പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അതാണ് ഏറ്റവും കൂടുതൽ. ഇതുവരെ അങ്ങനെ നമ്മൾ എന്താ പറയുക പട്ടിണി എടുക്കേണ്ടി വന്നിട്ടില്ല. അല്ല ഇവരുടെ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. വലിയൊരു കാര്യമാണല്ലോ. ഭയങ്കര കാര്യമാണ്. അത് പണ്ട് മുതൽ തന്നെ എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു 9th പഠിക്കുമ്പോൾ ഞാൻ കലാപ്രതിഭയായിട്ട് തന്നെ ആ സമയത്ത് തന്നെ ആ സമയത്ത് ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് നടനാകാനാണ് ആഗ്രഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതലാണ് ഞാൻ 2000 ഫസ്റ്റ് ഓഡീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ആ സമയത്ത് തുടങ്ങി. പിന്നെ ഇത്രയും പിന്നെ വലിയൊരു എന്താ പറയുക പ്ലാറ്റ്ഫോം അന്ന് സിനിമയിലായിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഒരു പെർഫോം ചെയ്ത് കാണിക്കാനുള്ള ഒരു സംഭവമുണ്ട്. അന്ന് നമുക്ക് ആകെയുള്ളത് ഈ പറയുന്ന പോലെ സിനിമ മാഗസിന് നമ്മളൊരു ഫോട്ടോയും വെച്ചിട്ട് ലെറ്റർ എഴുതി അതിൻ്റെ പുറകിൽ ആഗ്രഹമൊണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് തന്നെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്പർ കൊടുക്കുക, നമ്മുടെ കലയിലുള്ള നമ്മുടെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാണിക്കുക. പിന്നെ പിന്നെ നമുക്കൊക്കെ പണ്ട് ഭയങ്കര വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ പോവുക. ഞാൻ അന്ന് കന്മതത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാം ജയറാമേട്ടനും ഇന്നസെൻ്റ് ഏട്ടൻ, ജയചേട്ടൻ, ഇവരൊക്കെയുള്ള ഒരു പഴയൊരു പടം, അതിൻ്റെ അവിടെ പോയിട്ട് ഡയറക്ടറിനെ കാണുക, ഇവരെയൊക്കെ പരിചയപ്പെടുക, അപ്പോൾ അടുത്ത പടം വരുമ്പോൾ വിളിക്കുക എന്ന് പറയുക. ഇങ്ങനെയുള്ള കുറേ പരിപാടികളാണ് അന്ന് ഉള്ളത്. പിന്നെ എനിക്ക് അന്നേരം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് എന്നെ ആദ്യമായിട്ട് ഒരു കൈ തന്ന് ലോയിസ് സാർ ഉണ്ടായിരുന്നു. അവസാനം വരെ ലോയിസ് സാറിൻ്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്കുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് ഞാൻ പോയി കാണും, സംസാരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന മൊത്തത്തിലുള്ള ഒരു ഇതുള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിയത്, അല്ലാതെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പരിപാടിയില്ല. കൽക്കിയാണ് ഒരു ബ്രേക്ക് തന്നെ അമർനാഥ് എന്ന് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അമർനാഥ് എന്നുള്ള പേരും നമുക്ക് ഫെമിലിയർ ആയി. ചില നടന്മാർ സിനിമയിൽ വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരു സിനിമ അല്ലെങ്കിൽ അവർക്ക് ബ്രേക്ക് തന്ന സിനിമയിൽ നിന്നും വിട്ടുമാറാൻ വേണ്ടി അവർക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കീരിക്കാടൻ ജോസ് എന്ന് പറയുന്ന ഒരു എനിക്ക് ലൈഫ് ലോങ് അദ്ദേഹത്തിന് ആ കഥാപാത്രം വിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അദ്ദേഹത്തിന് ഇന്നും നമ്മൾ അറിയുന്ന കീരിക്കാടൻ ജോസാണ്. പിന്നീട് സ്ഫടികം ജോർജ് വരുന്നു. അപ്പം അവർക്കൊക്കെ പിന്നീട് വന്നത് അവരുടെ ഒരു ഫിസിക്കും അവരുടെ ഒരു ആകാരവടിവും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് അവരെ തേടി ഒരുപാട് വന്നത്. ഇപ്പം ശിവജിത്തിന്റെ ഈ ഒരു ഫിസിക്ക് വെച്ചിട്ടുള്ള കഥാപാത്രമാണ് ശിവജിത്ത് കൂടുതലും ചെയ്തിട്ടുള്ളത്. അപ്പം ഉള്ളിൽ ഇല്ല എനിക്ക് ഇതല്ല, എനിക്ക് വേറൊരു സൈഡുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷെ ഒരു ത്രൂട്ട് ഹ്യൂമർ ചെയ്യാൻ പറ്റിയേക്കും, ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ അതായത് ഞാനിപ്പോൾ കൽക്കിക്ക് ശേഷം ഞാൻ ജിമ്മിൽ ഞാൻ കയറുന്നത് അതായത് കൊമ്പമ്പാവ് ചെയ്യുന്ന, അതായത് പ്രാവൻകൂടി ഷാപ്പിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ 1 വീക്ക് ബിഫോർ മാത്രമേ ഞാൻ ചെയ്തുള്ളൂ. അതുവരെ ഞാൻ ജിമ്മിൽ പോയിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ട് പോയിട്ട് ജിമ്മിൽ ചെയ്തിട്ട് ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല. ഞാനൊരു ന്യൂട്രലേ പിടിക്കുള്ളൂ ഇപ്പം. അതായത് എനിക്ക് ആ സമയത്താണ് എനിക്ക് കുമാരി കിട്ടിയത്. കുമാരിയിൽ തുപ്പൻ തമ്പുര എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് പാക്കൊക്കെ ആയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. നല്ല കുമ്പ വേണം, അല്ലെങ്കിൽ ഇല്ലെങ്കിലും ആ പുള്ളിയുടെ ഒരു ഇതുണ്ട്, മുറുക്കാനൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ ഇത് വരുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ വരുമ്പോൾ എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് എപ്പോഴും ഒരു ഇൻ ബിറ്റ്വീൻ പിടിക്കാമെന്നില്ല. അപ്പം നമുക്ക് കൂടുതലും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കളരി അല്ലെങ്കിൽ യോഗ പോലെയുള്ള എന്തെങ്കിലും പരിപാടികൾ, അല്ലെങ്കിൽ വെറുതെ നടത്തം, എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ ഷേപ്പ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ അധികം പോകാറില്ല. ഷേപ്പ് വേണമെങ്കിൽ അതിഭീകരമായിട്ട് ഞാൻ ചെയ്യും, അത് ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പെർട്ടിക്കുലർ ഒരു ജിം അല്ലെങ്കിൽ ഒരു അങ്ങനെ ഇല്ലാത്ത. ഇപ്പോൾ ഈവൻ നമ്മുടെ വീരത്തിൽ ഒരു ഇത് ചെയ്തു, അതിനുശേഷം ഇപ്പോൾ കുമാരി ചെയ്തപ്പോൾ വേറെ ഒരു ഷിഫ്റ്റായി. ഇതൊന്നും ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ മാത്രമല്ല എല്ലാ ഫൈറ്റും ഡിഫറെൻ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളരി ആണെങ്കിൽ തന്നെ നമ്മൾ വീരത്തിൽ ചെയ്തിരിക്കുന്നത് പഴയ കാലഘട്ടത്തെ അങ്കത്തട്ടും അതിൽ ശരിക്കും വാളും പരിചയം എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് പഴയ അംഗങ്ങൾ ചെയ്യാം. പക്ഷേ നമ്മൾ ARMൽ ചെയ്തിരിക്കുന്നത്
ഡിഫറെൻറ്റ് വെപ്പൺസ് വെച്ചിട്ടാണ്, അല്ലാണ്ട് സെയിം വെപ്പൺസ് വെച്ചിട്ടല്ല. ടോബി ഇപ്പം വടി 6 അടി ഹൈറ്റുള്ള വടി വെച്ചിട്ടാണ് പയറ്റാൻ വരുമ്പോഴേക്കും എൻ്റെ കയ്യിൽ ചിലപ്പോൾ മുച്ചാണായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ എനിക്കത് മതി. ആകെ നമ്മൾ ഒരേ ഇതിൽ വെച്ച് ചെയ്യുന്നത് ഒരു വെപ്പൺ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുന്തം വാളും പരിചയം ടോബി എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് കുന്തമാണ്. അപ്പം ഭയങ്കര ഡിഫറെൻ്റാണ്. കളരി രണ്ടും കളരിയാണെങ്കിൽ തന്നെ കളരിയിലെ വേറൊരു അവസ്ഥയാണ് രണ്ടും കാണിച്ചിരിക്കുന്നത്. ഫൈറ്റ് ആണെങ്കിൽ കൽക്കിയിലെ ഫൈറ്റുമായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ഫൈറ്റാണ് കൊമ്പമാവിൻ്റെ ഫൈറ്റ്. കൊമ്പമാവിൻ്റെ ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഒരു പെർഫെക്ഷൻ ഫൈറ്റിൻ്റെ ഒരു മാർഷൽ ആർട്സിൻ്റെ ഒരു സംഭവം വരാൻ പാടില്ല, കളരിയുടെ ഒരു സംഭവം വരാൻ പാടില്ല. പക്ക ലോകല കൈ കിട്ടിയ എന്താണോ അവന് പ്രാന്ത്. ചിലപ്പോൾ ഈ അടിയായിരിക്കില്ല, പുള്ളി അടുത്ത സ്ഥലത്ത് പോയിട്ട് അടിക്കുമ്പോൾ വേറെ സ്റ്റൈലായിരിക്കും, അന്നത്തെ മൂഡായിരിക്കും പുള്ളിയുടെ. അതുകൊണ്ട് ആ ഭയങ്കരമായിട്ട് കൈകൾ വരുന്നതും ബ്ലോക്ക് വരുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ടിയുണ്ട്. കാരണം ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ചിലപ്പോൾ കളരിയുടെ മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി. അപ്പം ഞാൻ നോക്കുമ്പോഴേക്കും അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ശരിക്കും ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ആർട്ടാണ്. എന്തൊക്കെ ടൈപ്പുകൾ നമുക്ക് ചെയ്യാം, ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം ചെയ്യാൻ. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി റിയലിസ്റ്റിക് പരിപാടികളൊക്കെ പഠിക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം എനിക്ക് കുറച്ചൊന്ന് ടച്ച് ചെയ്തിട്ടുള്ള പരിപാടി, അല്ലെങ്കിൽ ആ പെയിൻ വരുമ്പോൾ ഉണ്ടാകുന്നൊരു, അതായത് ഒരു പെർഫെക്ഷൻ കുറച്ചും കൂടി കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം വീരത്തിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അംഗത്തിൻ്റെ ഇടയിൽ 4ാമത്തെ ദിവസം ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് TT എടുപ്പിച്ചിട്ടുണ്ട്. കാരണം ബഹളമായിരുന്നു അവിടെ. കാരണം പുള്ളീനെ നമ്മളെ അഹ്റാൻ ചൗധരി എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് ചെയ്ത് പുള്ളി ഇടക്ക് വന്നിട്ട് നൈസായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും നമുക്ക് റിയൽ ഫൈറ്റ് ചെയ്തല്ലോ. പഞ്ചാബിയാണ് പുള്ളി. അപ്പം നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. കേരളത്തിൽ വന്നിട്ട് നമ്മൾ മറ്റേ ആരോമച്ചേകവരായിട്ട് ഞാൻ നിൽക്കുമ്പോഴും പുള്ളി അവിടെ നിന്ന് വന്നിട്ട് എന്നെ വെല്ലുവിളിക്കും. ഈ മൂഡിലോട്ട് ഞാൻ ഇടക്ക് പോകും. പിന്നെ കട്ട് പറഞ്ഞാൽ ഇവിടെ ഫൈറ്റാണ്, ഒരു നിർത്തലും ഉണ്ടായില്ല. എന്നിട്ട് രണ്ടുപേരും കൊണ്ട് വൈകുന്നേരം പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുപ്പിച്ചു. എന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ ഒരുമിച്ചൊക്കെ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് നോക്കുമ്പോൾ ഫസ്റ്റ് പറയാൻ എന്നോട് ഇത് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ്. അതേപോലെ ഇപ്പം ഇതിലും ARM ആദ്യം ഫേക്കായിട്ടുള്ള വെപ്പൺസാണ് ആർട്ട് ഉണ്ടാക്കിയത്. പക്ഷെ കളരിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് എയറിലൊക്കെ പോയിട്ട് വെട്ടുമ്പോൾ ഇതെല്ലാം പൊടിഞ്ഞു പോകണം. 2-3 പ്രാവശ്യം ഈ ടേക്ക് അങ്ങനെ പോയ സമയത്ത് അവസാനം ഞാൻ ഇത് പിന്നെ ആർട്ടൊക്കെ വന്ന് ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഞാനും ടോവിൻ്റെ അടുത്ത് പറ്റി ഞങ്ങളിങ്ങനെ സംസാരിച്ച് പറഞ്ഞു നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒറിജിനൽ വെപ്പണിലല്ലേ ടോവി ആണ്, നമുക്കത് വെച്ചിട്ട് പൊടിച്ചൂടെ? ഒറിജിനൽ വെപ്പൺ ഉണ്ടല്ലോ നമ്മളതിൽ. എന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ടെൻഷനില്ലല്ലോ. കാരണം നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് അത് വെച്ചിട്ടല്ലേ. അത് റിസ്ക് ആവും എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ടോക്ക് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ പറഞ്ഞു വെച്ചാൽ ഇല്ല ബ്രോ സെറ്റാണ്. പക്ഷേ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയൊരു ബ്ലഡൊക്കെ ഇങ്ങനെ തെറിച്ച് കാണുമ്പോൾ വീണ്ടും ഒരു രസമാണ്. അങ്ങനെ ആ ഒരു സ്പിരിറ്റിൽ അത് ഒറിജിനൽ വെപ്പൺ വെച്ചിട്ട് എല്ലാം ചെയ്തു. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ടെക്നിക്കൽ സൈഡ് അവർ കൺവിൻസ് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയോ? അവർ പറഞ്ഞില്ല അത് വേണ്ട, അല്ല എന്ത് ചെയ്യും, എന്താണ് ഓപ്ഷൻ? അല്ലെങ്കിൽ ഇങ്ങനെ എയറിൽ നിന്നിട്ട് നമുക്ക് എത്ര നാൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ടച്ച് ചെയ്ത് പോകാൻ പറ്റില്ല, അടിച്ചല്ലേ പറ്റൂ. ഡമ്മിയാണല്ലോ, അത് പൊട്ടിപ്പോകും എന്തായാലും. 38 വാളാണ് ആ അംഗത്തിന് വീരത്തിന് വേണ്ടി ഞങ്ങളെ കയ്യിൽ നിന്ന് പൊട്ടിയത്, ഒറിജിനൽ അല്ലാത്തതുകൊണ്ട്. അത്ര അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇത് കൊമ്പമാവ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റേഴ്സ് കുറവായിരുന്നു, പുതിയ പിള്ളേർ കുറച്ചുണ്ടായിരുന്നു. ഇവർക്ക് ടെൻഷനാണ്, അയ്യോ അടിച്ച് ചേട്ടൻ്റെ വേദനിക്കുമെന്നുള്ളത്. അപ്പം ഞാൻ അവരുമായിട്ട് ആദ്യം സംസാരിച്ച് സെറ്റ് ചെയ്തിട്ട് ജെല്ലായിട്ട് അടിച്ചേ പോരാ കുറച്ച് കൂടെ അടിച്ചേ ഞാൻ പറഞ്ഞു ഞാൻ അറിയുന്നില്ല. നല്ല അടി അടിച്ചാൽ അവൻ അവസാനം മനസ്സിലായി, നല്ല കൊടുത്തില്ലെങ്കിൽ കാര്യം നടക്കില്ല. ആ അടി കിട്ടിയാൽ മാത്രമാണ് എനിക്ക് ആ ഒരു പെയിൻ ശരിക്കും വരുള്ളൂ. അപ്പോൾ ബോട്ടിലെടുത്ത് അടിക്കുന്നതെല്ലാം അതിങ്ങനെ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് കറക്റ്റ് ആക്ടിങ് കറക്റ്റ് ആയിരിക്കും ശരിക്കും. എനിക്കൊരു ഉണ്ണിമുകുന്ദൻ തന്നെ ഈ ഫൈറ്റ് ഭയങ്കര ക്രൈസ് ആണ്, ഭയങ്കര ക്രൈസ്. അതിനുശേഷം ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഫൈറ്റിനെ പറ്റി സംസാരിക്കുന്നത് കണ്ടിട്ട് ഉണ്ണിയായിട്ട് ഞാൻ ഒരുമിച്ച് പടമൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കൽക്കിക്ക് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് മെസ്സേജൊക്കെ അയച്ച് നമ്പറൊക്കെ ഇത് ചെയ്തിട്ട് ഞങ്ങൾ കുറേ സമയം വർക്കൗട്ടിനെ പറ്റിയിട്ടും. അപ്പോൾ ഞാൻ അന്നേരം മനസ്സിലായി ഉണ്ണി വർക്കൗട്ടും ആ ശരീരമൊക്കെ ചെറുപ്പം മുതൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് നോക്കുന്നതാണ്. പക്ഷെ ഞാനാണെങ്കിൽ എന്തെങ്കിലും സിനിമ വരുമ്പം അതിനുവേണ്ടി അങ്ങ് ഭീകരമായിട്ട് ചെയ്യും. പിന്നെ അത് ശരിക്കും ശരിയല്ല
എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി പറഞ്ഞത്. ഒരു പാറ്റേൺ വേണം, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം ബോഡി അത്രയ്ക്കും സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ അത്രയ്ക്കും ഞാൻ സൂക്ഷിക്കുന്ന ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചും കൂടി അത് കെയർ ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ ഫൈറ്റിനെ കുറിച്ച് പുള്ളിക്ക് അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണി കളരി ഒന്ന് നോക്ക്, കളരി ഭയങ്കര രസമുള്ള പരിപാടിയാണ്, അപ്പം പറ്റും, കാരണം നല്ല ഫ്ലെക്സിബിളാണ്, അപ്പം ഈസി ആയിട്ട് ബ്രോയിന് പഠിക്കാൻ പറ്റും. പക്ഷെ അന്നേരം ഉണ്ണിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് മറ്റേ പവർഫുൾ ഇടി പരിപാടി, പീസ്ഫുള്ളായിട്ടുള്ള അങ്ങനെയല്ല, ഭയങ്കര ഇതിലുള്ള സംഭവങ്ങളൊക്കെ. അപ്പം ബോക്സിങ് പഠിക്കാൻ പോകണം, അത് പഠിക്കാൻ പോകണം, ഇങ്ങനെ ഉള്ള ഒരു ആളാണ്. പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടില്ലേ. ഇപ്പോൾ ടോവി ഞാൻ കാണുമ്പോൾ വെച്ചാൽ ഒന്നും ഇല്ലാത്തെടുക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു പൊസിഷനിലെത്തിയിട്ടില്ല. ഉണ്ണി അതുപോലെ തന്നെ. അങ്ങനെ അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇതാണത്. ശരിക്കും നല്ല റെസ്പെക്റ്റോട് കൂടി തന്നെയാണ് അവരെ ഞാൻ കാണുന്നത്. നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഇപ്പം നമ്മൾ കണ്ട് കുറേ നേരമൊക്കെ സംസാരിച്ചു എൻ്റെ ഫൈറ്റിനെ കുറിച്ചൊക്കെ. ടോബി ഇപ്പം ഈ ആറമിൻ്റെ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായില്ലേ, അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനിലൊക്കെ വരും എല്ലാവരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ഇത് നടക്കുവാണെങ്കിൽ അവിടെ വരും, എല്ലാവരും കാണും, കുറച്ച് പരിപാടിയൊക്കെ കാണും. അങ്ങനെയുള്ളൊരു സംഭവം. പിന്നെ ഇപ്പം കൽക്കി ഞാൻ അങ്ങനെ ചെയ്തെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇൻ്റർവ്യൂസിലും കാര്യം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടോയും സംയുക്തയൊക്കെയാണ്. കൂടെയുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളെ പറ്റിയിട്ട് കുറച്ച് പറയുന്നതും അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചില്ല കലാപ്രതിഭ സംഭവമൊക്കെ ഇവരാണ് കുത്തിപ്പോക്കിയിട്ട് പറഞ്ഞത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാത്ത കാര്യം. ഞാനത് ആരോടും പറയാതെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന ഓരോ സംഭവം ഇപ്പം അത് സിനിമയ്ക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. സിനിമ എന്ന് പറയുന്ന സംഭവമില്ല, ഞാൻ പിന്നെ ഇതിൻ്റെ പുറകെ ഒന്നും പഠിക്കാൻ പോകുന്നില്ല. ഇപ്പം ഇനി അടുത്തത് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഹോഴ്സ് റൈഡിങ്, കുറച്ച് അടിപൊളിയായിട്ട് ഹോഴ്സ് റൈഡിങ് പഠിക്കണം എന്നുള്ള മൈൻഡ്സിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല, പക്ഷെ ഞാൻ പഠിക്കുകയാണ്. അത് ചിലപ്പോൾ എപ്പോഴെങ്കിലും ഉറപ്പായിട്ട് ഉള്ളൂ. അപ്പം അത് പണ്ട് മുതലേ എനിക്ക് ക്രേസ് ആണ്. പക്ഷേ ഇപ്പം ഞാനത് വീണ്ടും അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയുണ്ട്. പിന്നെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പഠിക്കുന്നത് മൊത്തം. ഇപ്പം നാളെ എനിക്കൊരു കഥകളി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബേസ് ചെയ്തുള്ളൊരു സാധനം വരുമ്പോൾ എനിക്ക് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇത് നമ്മൾ ആ ക്യാരക്ടറിലോട്ട് എത്താനുള്ള സംഭവം ചെയ്താൽ മതി. ബാക്കിയുള്ള ഇങ്ങനെയുള്ള ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ ആ പഠിച്ചതിൻ്റെ ഒരു ബേസ് അവിടെയുണ്ട്, അത് കിട്ടും. പിന്നെ മൃദംഗം ഒക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം കൈകൾ പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള കൈകൾ മൃദംഗം ഇപ്പോൾ ഏതായാലും ഇപ്പോൾ തബലയായാലും എല്ലായാലും നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് അത് പോകുന്നതെന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക എന്നുള്ള. മാസ്റ്റർ ആവാൻ ഞാൻ നോക്കാറില്ല അതിലൊന്നും. പക്ഷെ ചെയ്യുന്നത് ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അത് പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം ഡാൻസും പരിപാടിയൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് കഥകളിയൊക്കെ എന്ന് പറഞ്ഞാൽ 14-ാമത്തെ വയസ്സിലാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ദുര്യോധനായിട്ട്, അതായത് കത്തിവേഷം ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് സ്ത്രീവേഷം, കൃഷ്ണവേഷം, അതിൻ്റെ അപ്പുറത്തോട്ട് ചെയ്യാൻ പറ്റില്ല, അത്രയല്ലേ പ്രായമുള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നും വില്ലൻ പരിപാടിയാണ് അത് ചെയ്തിരിക്കുന്നത്, ദുര്യോധനായിട്ട്. ഭയങ്കര ഒരു മറ്റേ ആലറി വിളിച്ചുകൊണ്ടൊക്കെയാണ് സ്റ്റേജിലോട്ട് വരുന്നത്. എനിക്ക് മനസ്സിലായത് അത് എനിക്ക് തോന്നുന്നു വലിയ പാടുള്ള എനിക്ക് ഉള്ളിലേക്ക് അറിയില്ല. ഭയങ്കരമായിട്ട് ഇത് കുറേ നാളത്തെ എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ഒരു ഇതാണ് കത്തിവേഷം. അത് സാധാരണ ഒരു പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുക ചെയ്തത്. എൻ്റെ ആശയം കല്ലുവഴി വാസു ആശയം പാലക്കാടിലെ ഒന്ന് നോക്കാമെന്ന് ചോദിച്ചു. ഫസ്റ്റ് സബ്ജിയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് എൻ്റെ കിരീടമൊക്കെ താഴെ വീണു, പറ്റിയില്ല. പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുകളിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുള്ള് കിരീടവും വേഷവും എല്ലാം കെട്ടി ചെണ്ടയും എല്ലാവരും കൂടി വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭീകര റിഹേഴ്സൽ സ്റ്റേജിൽ ചെയ്യുന്ന പോലെ. അങ്ങനെ ഞാൻ അതുമായിട്ട് കണക്റ്റായി എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളത്. അല്ലാതെ എനിക്ക് സ്റ്റേജ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ല. എന്നിട്ടാണ് സ്റ്റേറ്റിൽ പോകുന്നത്. അപ്പോൾ ഈസിയായി. എന്നിട്ട് അവിടെ പോയി ഫസ്റ്റ് അടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം. അന്നൊന്നും ഇത് ഞാനായിട്ട് ചെയ്യുന്നില്ലല്ലോ. ഞാൻ ആ ഒരു ഏജിൽ ഞാൻ എന്ത് ചെയ്യാൻ, എൻ്റെ ആ സപ്പോർട്ട് സിസ്റ്റം അന്നും എൻ്റെ പാരൻസ്, എൻ്റെ പിന്നെ അമ്മായിയാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്, ഡാൻസിൻ്റെ ഇതൊക്കെ പഠിപ്പിച്ചത്, കലാമണ്ഡലം വിമലാദേവി. അവരുടെ എല്ലാവരും സപ്പോർട്ടാണ്. അല്ലാതെ എനിക്ക് ആ സമയത്ത് ഇതൊന്നും ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ മറ്റേ മഴയത്ത് അവിടെ കുളത്തിൽ തുള്ളാൻ പോവുക, കളിക്കാൻ പോവുക, ഇതാണ് എൻ്റെ സന്തോഷം. പിന്നെ നമുക്ക് ഇങ്ങനെ പഠിച്ചിട്ട് ആൾക്കാരിങ്ങനെ നമ്മളോട് അതിനെക്കുറിച്ചൊക്കെ പറയുമ്പം ഓക്കെ സംഭവം ഒരു പരിപാടിയാണല്ലോ, അങ്ങനെയാണ് ഇത്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ പുറകെ അല്ലെങ്കിൽ അത് പഠിക്കുക, എൻ്റെ അങ്ങോട്ട് മുന്നോട്ട്
പഠിക്കാനൊന്നും കൂടുതൽ ശ്രമിച്ചിട്ടില്ല. മെമ്മറി മറ്റൊരു ആക്സിഡന്റ് പറ്റുകയും കുറച്ച് അത് ചില കാര്യങ്ങൾ കട്ടായി പോയി എന്നുള്ളത്, അപ്പം അതൊക്കെ തിരിച്ച് റിക്കവർ ആയോ? എന്താണ് സിറ്റുവേഷൻസ്? ഒരുപാട് മാറ്റം വന്നു. അത് ആ സമയത്തൊരു ആക്സിഡൻറ്റ്, ഒരു പാനിക്, നമുക്കൊരു ഷോക്ക് സംഭവം കിട്ടിയതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം ഈ പറയുന്ന പോലെ പലരും അത് അനുഭവിച്ചിട്ടുണ്ടാവാം. ഒരു പടങ്ങളില്ല, ഇനി എന്ത് ചെയ്യും, വല്ലാത്ത എല്ലാവരും അവസ്ഥയിലും നിൽക്കുന്ന സമയത്ത്, ആ സമയത്താണ് എനിക്ക് ചെറുതായിട്ടൊരു പാനിക് അറ്റാക്ക് പോലെ വരും. ഞാൻ വിചാരിച്ചു ഇനി അറ്റാക്കൊക്കെയാണ്, ഇവിടെയൊക്കെ ഭയങ്കര വേദന വന്നിട്ട് പിന്നെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അവരോട് പറയുന്നത് എനിക്ക് അറ്റാക്കാണ്, പെട്ടെന്ന് തന്നെ ശരിയാക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. അവർ നോക്കുമ്പോൾ ഹാർട്ടിനൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അവർക്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മനസ്സിലായത് ഇച്ചിരി ഡിപ്രഷൻ അടിച്ച് കയറിയിട്ട് പാനിക് അടിച്ചാണ് എന്നുള്ളത് ഡോക്ടർക്ക് മനസ്സിലായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പക്ഷേ ഞാനത് എൻ്റെ ഈഗോ അത് സമ്മതിച്ചില്ല. അങ്ങനെ ഒരു പരിപാടി എനിക്കുണ്ടെന്നോ എനിക്ക് വരുന്നോ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് എൻ്റെ പ്രശ്നം ഉണ്ടായത്. ഞാനിത് പറഞ്ഞതിന് ശേഷം ഞാൻ ഇതിങ്ങനെ കുറിച്ച് ചിന്തിക്കും. ഞാൻ ആദ്യം ചിരിക്കുമായിരുന്നു, പിന്നെ ഡോക്ടറെ എനിക്ക് എന്ത് ഡിപ്രഷനാണ്, ഞാൻ ഇതിനും വലിയ പരിപാടികളൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അതാണ് ഈ പ്രശ്നം. ഇത് ശരീരം നമുക്ക് തിരിച്ച് ഇത് തന്നതാകും, പണിയാണ്, സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഈ ശരീരം തന്നെ നമുക്ക് ഒരു ഇൻഫർമേഷൻ തരികയാണ് ചെയ്യുന്നത്. അപ്പം അവരെനിക്ക് തോന്നുന്നു അവർ ചെറിയൊരു ഇഞ്ചക്ഷൻ വെച്ച സമയത്ത് ഞാൻ നന്നായിട്ട് ഉറങ്ങി ഭയങ്കര ഹാപ്പി ആയിട്ട്, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ആ കെമിക്കൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അതാണ് അതിൻ്റെ സത്യം. ഞാൻ പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഡോക്ടറെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കുറേ പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. കാരണം ഇത് നമ്മൾ പല രീതിയിലുള്ള ഇമോഷൻസും നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ എവിടെയോ എത്തണം, അങ്ങോട്ട് എത്തണം എന്ന് മാത്രം ചിന്തിച്ചിട്ട് എൻ്റെ യാത്ര ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരാൾ കലക്കി ഇറങ്ങിയ ശേഷം ചേട്ടാ കലക്കി അടിപൊളിയാണ് കേട്ടോ, ബോഡിയൊക്കെ അടിപൊളിയാണ്, ഞാൻ ഭയങ്കരമായിട്ട് അതൊന്നും ആസ്വദിക്കുന്നില്ല. കാരണം അതിൻ്റെ അപ്പുറമുള്ള സാധനത്തിലോട്ടാണ് എൻ്റെ ഫോക്കസ്. സത്യം അതാണ് എൻ്റെ സത്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴോ കിടക്കുന്ന എന്തോ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ഫോക്കസ് ചെയ്ത് അത് ഞാൻ റിയലൈസ് ചെയ്യുന്ന ഈ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ചിന്തിച്ചിട്ട് എന്താണ് കാര്യം? അതിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിത്രയും കൊടുത്തിട്ട് എന്താണ് കാര്യം? ഒരു കാര്യമില്ല. അന്ന് ഞാൻ റിയലൈസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഈ സമയം, നാളെ നമ്മൾ എന്നിട്ട് ഓക്കെ സെറ്റ്. അതുകൊണ്ട് എന്തായി, വെരി ഫോക്കസ്ഡ് ഓൺ ക്യാരക്ടറായി. അതായത് അടുത്ത പടത്തിന് വേണ്ടിയില്ല, ഇതെൻ്റെ ആദ്യത്തെ സിനിമ, ഇതെൻ്റെ അവസാനത്തെ സിനിമ. ഇനി വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ സിനിമയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാനും ഞാൻ തയ്യാറല്ല. ഈ സിനിമയിൽ എനിക്ക് മാക്സിമം ചെയ്തിട്ട് എന്ത് പറ്റുന്നോ ഓക്കെ പറ്റുക, അത് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ അടുത്ത പടം കിട്ടുമ്പോൾ അത് ചെയ്യുക. അല്ലാതെ പിന്നെ എന്താ പറയുക, കുറേ അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ അങ്ങനെയല്ല. ഞാൻ ഇച്ചിരി പീസ്ഫുള്ളായിട്ട് പോകുകയെന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഈ ആക്സിഡൻ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഇതിൽ എൻ്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മയില്ലാണ്ടിരിക്കുക, കുറേ നേരത്തേക്ക് അതിൻ്റെ പ്രശ്നം ഉണ്ടാവുക. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷവും, ഒരു കുഴപ്പമില്ല, ഒന്നുമില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ നല്ല സുഖം. കാരണം എന്താ, എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ സാധനം അടിക്കുന്നത്? എന്താ, ഈ വലിയ പാസ്റ്റിലെടുത്ത് നമ്മുടെ തലയിൽ ചാക്ക് കെട്ട് കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ തലയിൽ വെച്ചിട്ടാണ്, ഈ വെയിറ്റും കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ആ മൈൻഡ് ഇതിലാണ് സംഭവം. അതിൻ്റെ ആവശ്യമില്ല, തീർന്നു വെച്ചാൽ ഇപ്പോൾ ഈ സംസാരിച്ച് ഞാനിവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ആ റിയലൈസേഷനാണ് എനിക്ക് ഈ സംഭവത്തിൽ നിന്നുണ്ടായത്. പിന്നെ ഞാൻ കുറേ കൂടി വർക്ക് ചെയ്തു. ആദ്യമൊക്കെ കുറച്ച് എഴുതി വെക്കുന്ന പരിപാടി, പിന്നെ ഒരു ആപ്പ് ഉണ്ട്, അതിലിങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കും. എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ കറക്റ്റായിട്ട് ടൈമിങ്ങിൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി. ഞാൻ ഉണ്ട് സംഭവം, പക്ഷെ ഞാൻ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ ഈ സുഡോക്കു എന്ന് പറയുന്ന മെമ്മറി ഇത് ചെയ്യുന്ന സംഭവം ഞാൻ പറയുന്നത്, ഞാൻ എടുത്തില്ല കൊണ്ട് അത് നല്ല കാര്യമായിട്ടല്ല പറയുന്നത്. എനിക്ക് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറ്റിയിട്ടില്ല. മറ്റേ സാധനമില്ലേ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. മറ്റേ ദിലീപേട്ടൻ പറഞ്ഞ സംഭവമില്ലേ, ആ ഒരു സാധനം എനിക്ക് ഒരു പ്രശ്നം പറ്റിയിട്ടില്ല. എൻ്റെ കണ്ണിൽ ഇങ്ങനെ അവരും ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഡോക്ടർ ആ സാധനം കൊടുക്കുന്നത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ആദ്യം നോക്കുന്നത് എൻ്റെ വലതുകാലം ഒന്ന് ബുക്ക് ചെയ്യണത് വരും. ഓക്കെ ഫൈൻ, കാലുണ്ട്, പിന്നെന്തിനാ ആ സാധനം ഉണ്ടല്ലോ. അതെനിക്ക് തോന്നുന്നു ആ പാനിക് അല്ലെങ്കിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ ഇതായിരിക്കാം. അല്ലാതെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത്, ഞാനീ പറയുന്നിട്ട്. അല്ലെങ്കിൽ ഞാൻ ആ
എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം എനിക്ക് ഇതിനെക്കാട്ടി നല്ല രീതിയിൽ ചിലപ്പം പെട്ടെന്ന് ആയേനെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം അതായത് ഇപ്പം ഇപ്പോഴും പേര് മറന്നു ആരുടെയും പേര് കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാനൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ 10-40 ദിവസം എനിക്ക് മറ്റേ ഞാൻ തെലുങ്ക് പടത്തിന് വേണ്ടി ഹൈദരാബാദ് ഉണ്ടായിരുന്നു. അതിലെനിക്ക് വന്നൊരു 10-38 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുണ്ട്, എൻ്റെ റൂമിലുണ്ട്, സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരിലെ അടുത്ത സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം എനിക്കൊന്ന് കഴിയാറായി, 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങളിങ്ങോട്ട് ഹൈദരാബാദിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അത് അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു ദിവസം രാവിലെ എന്നിട്ട് സതീഷ് എന്ന് വിളിക്കുന്നതിന് വരും രമേശ് എന്തോ വേറെ എന്തോ ഞാൻ വിളിച്ചു. അത് പെട്ടെന്ന് കൺഫ്യൂഷനായി. അവനിങ്ങനെ നോക്കിയപ്പോൾ തന്നെ കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ മറ്റേ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഓക്കെ സതീഷ്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലിപ്പ് അടിക്കും. പക്ഷേ ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിക്കാറില്ല. പിന്നെ എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം. പക്ഷെ അതിനൊരു മെഡിസിൻ എടുക്കുക അല്ലെങ്കിൽ അതിനെ അങ്ങനെ ഒരു ഇത് വീട്ടിൽ നിന്ന് പറയുന്നില്ല. പിന്നെ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന പോലെ ഓവർ സ്ട്രെസ് കൊടുക്കുമല്ലേ ബ്രെയിൻ? ഇല്ല, ഞാൻ വളരെ ഇതായിട്ട് വെരി ഫോക്കസ്ഡ് ആയി മറ്റേ കുറെ മൾട്ടി ടാസ്കിങ് പരിപാടിയൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പൊ എനിക്ക് എഴുതി വെക്കുന്ന കിഷ്കിന്താണ്ടത്ത് വിജയരാഘവൻ സാർ ഞാൻ ആ പടം കാണാൻ പോകുമ്പോ എന്റെ സുഹൃത്തുക്കൾ നീ കാണണമെന്നുള്ള നോക്കി, കാരണം അതിലിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ഞാനത് ഇതിപ്പോൾ ഇതുണ്ടാവും, നമുക്ക് ചെയ്തു വെക്കാം. പിന്നെ എൻ്റെ ബ്രദറാണ് കുറേ കാര്യങ്ങൾ എന്നെ മാനേജ് ചെയ്യുന്നത്. ബ്രദറുണ്ട്, പിന്നെ ദിലുണ്ട്. അപ്പം ഇവരുമായിട്ട് ഒരു ആപ്പിൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം, അവർക്ക് അപ്ഡേറ്റ് ചെയ്യാം, അവർക്ക് ഇത് ചെയ്യാം. അപ്പം എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് മുന്നത്തേനും കാട്ടി അടിപൊളിയായിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര പ്ലാൻഡായിട്ട് ടൈമിങ്ങിൽ എല്ലാ പരിപാടിയും കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഈ എഴുതി വെച്ചതെല്ലാം ചെയ്യുകയും ചെയ്യും. അപ്പം അപകടം പറ്റും നന്നായെന്ന് പറയാനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അതായത് ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ കട്ടായി. അപ്പം ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാരക്ടർ കിട്ടുമ്പോൾ ഇങ്ങനെ മറ്റേ സംഭവം ഉണ്ടല്ലോ, കുതിരയ്ക്ക് ഇങ്ങനെ കിട്ടുമല്ലോ, ഇങ്ങനെ ഭയങ്കര രസമാണ്. അതിന് ശേഷം എനിക്ക് കുറച്ച് അങ്ങനെ ഒരു സന്തോഷമുണ്ട്. ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു, അത്രയേ ഉള്ളൂ. എന്താണോ ഉള്ളത് അതിലൊരു പോസിറ്റീവ് ഉണ്ട്, അങ്ങനെ അങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഇതുപോലെ എല്ലാവരും ആവണം എന്നല്ല പറയുന്നത്, അത് അങ്ങനെ ആവരുത്. കാരണം ഓരോ ആൾക്കാർ ഓരോ രീതിയും കാര്യങ്ങളായിരിക്കും. എനിക്കത് ഞാൻ അങ്ങനെ അങ്ങ് പോകുന്നു. അത് അങ്ങനെ വലിയ കൂടുതൽ ചിന്തകളോ ഇതെന്താ അങ്ങനെ ഒന്നുമില്ല.